ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ സാംസങ് S25 സീരീസ് ഒക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ 22-ാം തീയതി രാത്രി 11:30 ഇതിന്റെ ലൈവും കാര്യങ്ങളൊക്കെ സാംസങ് അൺപാക്ഡ് എന്ന് പറഞ്ഞിട്ട് സംഭവം. നിങ്ങൾക്ക് എത്ര പേര് കണ്ടോന്ന് അറിയില്ല. ഞാൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ 11:30 എന്ന് പറയുമ്പോൾ നമുക്കറിയിക്കും രാത്രി നമ്മൾ ലേറ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മിക്കതും ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും ഉണ്ടായിരിക്കും. 12:30 വരെ 1 മണി വരെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പറയുമ്പോൾ എനിക്ക് S25 സീരീസിന്റെ ഒരു എക്സൈറ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആക്ച്വലി തോന്നുന്നുണ്ട് എന്തായാലും കാണാത്തത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഭയങ്കര നിരാശ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും സത്യം പറഞ്ഞാൽ ഒരു അപ്ഗ്രേഡും ഇല്ല. സത്യം പറഞ്ഞാൽ അത് എന്താ പറയുക, ഡൗൺഗ്രേഡാണ് അയക്കുന്നത്. മെയിനായിട്ട് S25 അൾട്രാൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് S24-ലും നമ്മുടെ S23 അൾട്രയിലൊക്കെ നമുക്ക് ആയിരിക്കും അവരുടെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ S Pen ആയിരുന്നു. അപ്പോൾ S Pen അവരെ എന്താ പറയുക അടിച്ചു പൂട്ടി തരിപ്പണാക്കി. ലുക്കിനും കാര്യത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട് ആക്ച്വലി ഇപ്പോൾ. അതായത് നമുക്ക് എയർ ആക്ഷൻസും അതുപോലെ തന്നെ ഇതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ടായിട്ട് ഉപയോഗിക്കാം, വീഡിയോ എടുക്കാൻ ഉപയോഗിക്കാം. അങ്ങനെ കുറേ പല ഫങ്ഷൻസും നമുക്ക് ഇതിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളഞ്ഞു വരും. നോർമൽ ഒരു പെന്ന് പോലെയാക്കി. നമുക്കിപ്പോൾ സാധാരണ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ഒരു സെപ്പറേറ്റ് ഒരു പെൻ വാങ്ങിച്ചിട്ട് നമ്മൾ എഴുതാൻ ഉപയോഗിക്കില്ലേ, അതേപോലെയാക്കി. അപ്പോൾ അത് തൽപ്പുളി അപ്ഡേറ്റ് ആയി എനിക്കത് തോന്നി. സത്യം പറഞ്ഞാൽ അതൊരു വില കുറവുണ്ടോ, അതും സെയിം വിലയ്ക്ക് S24 അൾട്രയ്ക്ക് ഇറങ്ങി അതേ സെയിം പ്രൈസിൽ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ തല്ലിപ്പുളി അതാണ് എനിക്ക് ഈ S Penന്റെ ഫീച്ചർ എടുത്ത് പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലുക്ക് വൈസ് നോക്കുമ്പോഴും എനിക്ക് അതിൻ്റെ ഡിസൈൻ സത്യം പറഞ്ഞാൽ S25 അൾട്രേൻ്റെ അത്ര ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ കാണുമ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയാം S23 അൾട്രയ്ക്കും S24 അൾട്രയ്ക്കും അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ ഒരു എന്താ പറയുക, ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ഷേപ്പായിരുന്നു. ഇപ്പോൾ ഇഷ്ടികട്ട പോലെ ആണെങ്കിലും പക്ഷേ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പരിപാടി. ഇപ്പോഴും മറ്റേ ഈ 3-4 ഡിസ്പ്ലേ ക്യാമറ ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാന്നല്ലാണ്ട് അത് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ S25 അൾട്ര വന്നേക്കുന്ന ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു A സീരീസിൽ വരുന്ന, അല്ലെങ്കിൽ അവരുടെ നോർമൽ S23-ലും S24 നോർമൽ S23 S23+ ഒക്കെ ഉണ്ടല്ലോ, അതേ ഡിസൈനിലേക്ക് മാറി സംഭവം ഇവിടെ കയറി വന്നപ്പോഴും അതൊക്കെയാണ് ശരിക്കും കാണുമ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല S23 S25 സീരീസിൻ്റെ ഒരു ഒന്നാമത് അവരുടെ ഒരു പ്രോഗ്രാമും എനിക്ക് തീരെ ബോറിംഗ് ആയിട്ടൊക്കെ തോന്നിയത്. ഞാൻ പിന്നെ ചെറുതായിട്ട് കണ്ടു നോക്കിയപ്പോഴൊക്കെ അതും കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു ഫംഗ്ഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിയുമ്പോൾ വൻ നിരാശ തന്നെയാണ്. അപ്പോൾ അപ്ഗ്രേഡ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട്, നമുക്കിതിൽ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നത് 50 മെഗാപിക്സലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ എന്താ പറയുക, ഇതിൻ്റെ ഒരു കൂർത്തവനുണ്ടല്ലോ അത് മാറ്റിയിട്ട് കെറുവാക്കിയിട്ടുണ്ട്. അത് കുറേ പേർക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഇത് ആദ്യം എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ വെച്ചാൽ അത് ഇങ്ങനെ കൂർത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ശരിക്കും നമുക്ക് ഈ മീഡിയ കൺസപ്ഷനൊക്കെ ഈ സാധനം നല്ല ലുക്കാണ്. വെച്ചാൽ തരുമ്പോൾ നമുക്ക് ശരിക്കും TV കാണുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ പോയി. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രൊട്ടക്ഷനാണ്. അതായത് Armor 2 ആണ്. കോർണിംഗ് റേഡിയോ ഗ്ലാസിൻ്റെ Armor 2 ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ കുറേ കളേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ സെയിമാണ്. പിന്നെ നമുക്ക് കുറേ ഇൻ്റഗ്രേഷൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ പ്രൊസസ്സർ Snapdragon 888 ആണ് അതിൽ മെയിൻ അപ്ഗ്രേഡ് എന്ന് പറയാനുള്ളത്. എന്താ വെച്ചാൽ Snapdragon 888ൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അതിലത്തെ NPUവിൻ്റെ കാര്യം എടുത്ത് പറയണം. അതായത് നമുക്ക് AI ഫീച്ചേഴ്സിന് കുറേ എന്താ പറയുക സപ്പോർട്ട് ആവുന്ന ഇപ്പോൾ GPU എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് AI ഫീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ് NPU. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് Snapdragon Gen 3യും Gen 2 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര NPU ആണ്. അതുകൊണ്ട് ഭാഗമായിട്ട് തന്നെ നമുക്ക് S25 സീരീസിലേക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അത് പക്ഷേ കുറേ അവർ പറഞ്ഞത് കുറച്ച് പെയ്ഡാണ് കേട്ടോ. സാംസങ് S25 സീരീസ് എടുക്കുമ്പോൾ ആദ്യത്തെ 6 മാസമൊക്കെ അത് കിട്ടും, അത് കഴിഞ്ഞാൽ പെയ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത് നഷ്ടമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ iPhone 16 ഇറങ്ങിയ പോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു ഇന്നോവേഷനും ഇല്ല. ബാറ്ററിയും സെയിം, ചാർജിങ്ങും സെയിം, പുതിയ സിലിക്കൺ കാർബൺ ബാറ്ററി വന്നിട്ടില്ല, എല്ലാം സെയിം തന്നെ. അപ്പോൾ ഐഫോണിൻ്റെ പോലെ തന്നെ അതേമാർ ഫോളോ ചെയ്യുന്ന അതേപോലെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉടായ്പ് നല്ല കൂറ സാധനമാക്കി വെച്ചിട്ടുണ്ട്. ഒരു അപ്ഗ്രേഡും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അങ്ങനത്തെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാൾക്കാർ വാങ്ങിക്കരുത്. പറയുമ്പോൾ ഒരു ചേഞ്ചസ് ഇല്ല. നമ്മളൊരു കേസ് ഇട്ട് കഴിഞ്ഞാൽ അത് അറിയില്ല, അതിൻ്റെ കെറിവുണ്ടോ കൂർത്തതുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ഗ്രേഡ് അപ്പോൾ ആ പ്രൊസസ്സറിനെ ഒഴിച്ച് ബാക്കി ഒരു അപ്ഗ്രേഡ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ ക്യാമറ പെർഫോമൻസ് നമുക്ക് അറിയണമെങ്കിൽ ഇനി വീഡിയോ വരേണ്ടി വരും. എന്ന് വെച്ചാൽ അതിൽ ഇനിയിപ്പോൾ എന്തായാലും സെൻസേഴ്സിലും കാര്യത്തിലൊന്നും, അതായത് ഹാർഡ്വെയർ ലെവലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ Snapdragon 888 വെച്ചിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ എന്തൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ എന്താ പറയുക ഒരു ക്യാമറ റിവ്യൂ ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആൾക്കാർ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല വലിയ എന്താ വെച്ചാൽ ഹാർഡ്വെയർ വലിയായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ എന്തായാലും സോഫ്റ്റ്വെയറിന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് ക്യുക്കാക്കാൻ പറ്റും, അതൊക്കെ അല്ലാണ്ട് വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ
പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് ക്യാമറയിൽ നമ്മുടെ വീഡിയോയിൽ എടുക്കുമ്പോൾ നമുക്ക് iPhone 16 വന്ന സാധനം തന്നെ നമുക്ക് വോയിസ് കളയാം, അതൊക്കെ നല്ലതാണ്. അതൊക്കെ മിക്കതും എനിക്ക് തോന്നുന്നു ഒരു S24 S23 ആഫ്റ്റർ അപ്ഡേറ്റ് വരുമെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂറ ആപ്പ് ഐഫോണിൻ്റെ പോലെയല്ല, അവർ നമ്മുടെ എന്താ പറയുക ആപ്പിൾ ഇൻ്റലിജൻസ് ഇറക്കിയപ്പോൾ iPhone 16 മാത്രം ഇറക്കിയല്ലോ, ബാക്കിയിലേക്കൊന്നും ഇറക്കിയില്ലോ. ഇവർ പക്ഷേ ഇറക്കിയപ്പോൾ എല്ലാ മോഡലിലും വന്നിട്ടുണ്ടായിരുന്നു. S21 സീരീസിൽ വരെ അടക്കം വന്നിട്ടുണ്ടായിരുന്നു, A സീരീസിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ തരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ OT അപ്ഡേറ്റ് വഴി തരാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ബിഗ്സ്പി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ സിറി എന്ന് പറയുന്ന പോലെ ബിഗ്സ്പി. ഇവർ ആക്ച്വലി ഇപ്പോൾ വന്നപ്പോൾ ബിഗ്സ്പിനെ ഫുൾ താഴ്ന്നുണ്ട്, അല്ലെങ്കിൽ 15 അവർ നിർത്താനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ ജെമിനായി എന്നൊക്കെ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാം, അതിനെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗൂഗിളുകാരെയാണ് അത്. അപ്പോൾ അതിനാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുൾ ജെമിനൈൻ്റെ കാര്യം പറയുന്നതാണ്. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു ബിഗ്സ്പിനെ പതുക്കെ എടുത്തു കളയാനുള്ള പുറപ്പാടിലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി എൻ്റെ ഒരു എന്താ പറയുക ഒരു ഞാൻ ആക്ച്വലി S25 വരുമ്പോൾ S25 അൾട്ര അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സംഭവമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴല്ല അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കഴിഞ്ഞിട്ടെങ്കിലും മാറ്റാമെന്ന് വിചാരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ആയിട്ട്. അപ്പോൾ എക്സ്ചേഞ്ചിന് അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ സാംസങ് തരാറുണ്ട്. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ അതൊരു ഇതില്ല. അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല S25 സീരീസ് അല്ലെങ്കിൽ S25 അൾട്ര പ്രത്യേകിച്ച്. അപ്പോൾ എനിക്കത് എടുക്കാനും തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു A സീരീസ് ഫോണ് അതുമ്പോൾ 2 എക്സ്ട്രാ ക്യാമറ ലെൻസ് വെച്ചിട്ട് നീട്ടം കൂട്ടി വെച്ച പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എടുക്കുന്നുണ്ടോ S25 സീരീസ്? ആരെങ്കിലൊക്കെ എടുക്കുന്നുണ്ട്, ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ S24 അൾട്ര ഇനിയിപ്പോൾ ഇപ്പോൾ തൽക്കാലം വില കുറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇനി വില കുറയൂട്ടാ. എനിക്ക് തോന്നുന്നത് S25 സീരീസ് ഇപ്പോൾ ഇനി ഫുള്ള് ഒരു നിർത്തും. അതിനുശേഷം ഇത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ S23 സീരീസ് ഫുള്ള് നിർത്തും, എന്നിട്ട് S24 പ്രൈസ് കുറയ്ക്കും. അതാണ് മെയിൻലി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് S25 സീരീസ് വാങ്ങിക്കാണ്ടും ഭേദം S24 സീരീസ് വാങ്ങിക്കായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് അൾട്ര. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും S23 അൾട്ര വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് കയറി വാങ്ങിച്ചോളൂ ആമസോണിൽ. എന്ന് വെച്ചാൽ ഇത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ ഈ സാധനം മിക്കതും ഒരു 99% നിർത്തും. എന്തായാലും അവരിപ്പോൾ മിക്കവാറും ഇപ്പോൾ പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടാക്കി. അപ്പോൾ ഈ സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ മറക്കണം. എന്തായാലും ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.